നമസ്കാരം. നമ്മുടെ നാട് അസഹ്യമായ ചൂടിൽ ഉരുകുകയാണ്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ. സൂര്യതപമേൽക്കാതെ ജാഗ്രത പുലർത്തണം. ചൂടുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കുക. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുത്. ഈ ചൂട് നമ്മളെ എത്രനാൾ ഇനിയും ഇങ്ങനെ പൊള്ളിക്കുമെന്നറിയില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്ത് നശിപ്പിച്ചതിലുള്ള വില കൂടിയാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത് എന്നുകൂടി പറയണം. അതിനാൽ ചൂടിനെ പ്രതിരോധിക്കാൻ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക തന്നെ വേണം ഇനി അങ്ങോട്ട്. സമഗ്രമായി നോക്കാം. ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന വെള്ളിമാട് കുന്നിലെ സ്ട്രോങ് റൂം ഉദ്യോഗസ്ഥർ തുറന്നെന്ന് UDF. BSF സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം. റിട്ടേണിംഗ് ഓഫീസറെ മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി UDF സ്ഥാനാർത്ഥികൾ. റിട്ടേണിംഗ് ഓഫീസർ മറന്നുവെച്ച ചില രേഖകൾ എടുക്കാൻ റിസർവ് റൂമാണ് തുറന്നതെന്നും ഏജന്റുമാരെ അറിയിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് 4 ദിവസം വരെ തുടരും. പാലക്കാടും കൊല്ലത്തും താപനില ഇനിയും ഉയരാൻ സാധ്യത. അൾട്രാവയലറ്റ് വികിരണ തോത് കൂടുന്നു. നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം. പലയിടത്തും വേനൽ മഴ പെയ്തതോടെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷം. പശ്ചിമേഷ്യ വീണ്ടും ഭീതിയിൽ. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത അമേരിക്ക. ട്രംപ് ചെയ്തത് കടൽ കൊള്ളയെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ. ഇസ്ലാമാബാദിലെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നും പ്രഖ്യാപനം. ഹോർമൂസിൽ കപ്പലുകൾ തടയാൻ നിയമനിർമ്മാണത്തിന് ഇറാൻ. കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്ത അമേരിക്കയ്ക്ക് ഉചിതമായ മറുപടിയെന്ന് IRGC. എണ്ണവില വീണ്ടും കുതിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയകൾക്ക് മാർഗരേഖ പുറത്തിറക്കി. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. റിസ്റ്റ് വിവരങ്ങൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ ഒട്ടേറെ നിർദ്ദേശങ്ങൾ. ഓപ്പറേഷന് മുമ്പ് കേസ് റെക്കോർഡ് പൂർത്തിയാക്കണമെന്നും മാർഗരേഖയിൽ. തമിഴ്നാട്ടിലെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ കോൺഗ്രസ് PCC അധ്യക്ഷന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. കർണാടകയിൽ മലയാളിയായ കോൺഗ്രസ് MLA NA ഹാരിസിന്റെയും മകന്റെയും വീട്ടിൽ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. 4.5 കോടി ബിറ്റ്കോയിൻ ഇടപാടിൽ ഹാരിസിന് ബന്ധമെന്ന് ED. തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് PV അൻവർ. അടുത്ത മാസം 15ഓടെ രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോട് യോജിക്കുന്ന പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപനം. അൻവർ സ്ഥിരതയില്ലാത്ത നേതാവെന്ന് തൃണമൂൽ നേതൃത്വം. G സുധാകരൻ, U പ്രതിഭ, KK രമ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പാർട്ടിയിലെത്തിക്കുമെന്ന് അവകാശപ്പെട്ട് അൻവർ തൃണമൂൽ നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്ത്. ഡ്രൈവറുടെ പരിചയക്കുറവ് വാൽപ്പാറ അപകടത്തിന് കാരണമായെന്ന് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗിയർ ഡൗൺ ചെയ്തിറങ്ങാത്തത് അപകട കാരണം. വളവിൽ വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല. വാഹനത്തിന് തകരാർ കണ്ടെത്താനായില്ലെന്നും RTOയുടെ കണ്ടെത്തൽ. ചുരം വളവിൽ എല്ലായിടത്തും ബാരിക്കേഡ് സ്ഥാപിക്കാൻ ശുപാർശ. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 200 റൺസ് വിജയലക്ഷ്യം. തിലക് വർമ്മയ്ക്ക് സെഞ്ചുറി. 101 റൺസ് നേടിയത് 45 പന്തിൽ നിന്ന്. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന് 3 വിക്കറ്റ് നഷ്ടം. പൂരലഹരിയിലേക്ക് തൃശൂർ. തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. പൂരം ഞായറാഴ്ച. കൊടും ചൂട് കണക്കിലെടുത്ത് ഇത്തവണ അതീവ ജാഗ്രത. ജനങ്ങൾക്കും ആനകൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശം. സ്റ്റോറി ഓഫ് ദി ഡേ. വേനലല്ലേ, അവർക്കും വേണം ദാഹശമനം.
കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നതായി ആവർത്തിച്ച് UDF. അട്ടിമറിക്ക് ശ്രമമെന്ന പരാതിയുമായി UDF പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുള്ള റൂം തുറന്നുവെന്ന് ആരോപിച്ചാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ UDF മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി അയച്ചു. അതേസമയം പോളിംഗ് രേഖകൾ സൂക്ഷിച്ച് സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥിമാരുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കോഴിക്കോട് ജില്ലയിലെ 7 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് വെള്ളിമാടുകുന്ന് JTDയിലെ സ്ട്രോങ് റൂമിലാണ്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT കോളേജിലെ സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നെന്നാണ് UDFന്റെ ആരോപണം. പിന്നിൽ അട്ടിമറിയാണെന്നാരോപിച്ച് UDF നേതാക്കളും സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും MA റസാഖും ഫാത്തിമ തെഹ്ലെ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ അറിവോടുകൂടിയല്ല മുറി തുറന്നതെന്ന് UDF ആരോപിച്ചു. കൃത്യമായ നോട്ടീസില്ലാതെ മുറി തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് 11 മണിയോടെ മുറി തുറക്കുന്നുവെന്ന് മെയിൽ വന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ തുറന്നിരുന്നുവെന്നും പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ പ്രതികരിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു മൂവ്മെന്റ് ഒരു റൂമും ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. മെയിൽ അയക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തുറക്കണം, അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 11 മണിയാവുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെയിൽ അവര് ഫോർവേഡ് ചെയ്തു. ആ സമയത്ത് ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു. കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള സ്ട്രോങ് റൂമിൽ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം പോലുമില്ലാതെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എന്തിനു പോയെന്ന് വ്യക്തമാക്കണമെന്ന് MK രാഘവൻ MPയും പ്രതികരിച്ചു. ഇവരെന്ത് ചെയ്യുന്നു ആർക്കും അറിയില്ല. എന്തിനാണ് ആരാകത്തും കടന്നത്? സെൻട്രൽ ഫോഴ്സ് മാത്രം ഉള്ളിൽ പോകേണ്ട സ്ഥാനത്ത് എന്താ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ് പോയി എന്തിനാ പോയത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനായി പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഈ പ്രദേശം പൂർണ്ണമായും BSFന്റെ സുരക്ഷയിലാക്കണമെന്നും സ്ട്രോങ് റൂമിന്റെ പരിസരത്തുള്ള സ്പെയർ റൂം പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നും UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് പരമാവധി ഒഴിവാക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കത്തിക്കാളുന്ന കൊടും ചൂടിന് ആശ്വാസമായി ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. മഴയ്ക്ക് പിന്നാലെ ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുറഞ്ഞു. 106.03 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. 5600 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ ഉയർന്ന ആവശ്യകത. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്നതിനാലാണ് ഫിസിക്കൽ വിദ്യാഭ്യാസം പാടില്ല എന്ന തീരുമാനമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS. അങ്കണവാടികളിൽ നിയന്ത്രണമില്ല. അങ്കണവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്നും മാറ്റിവെക്കാനാകാത്ത പരീക്ഷകളുണ്ടെങ്കിൽ ചൂടിനെ അതിജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ശേഷം നടത്താമെന്നും കളക്ടർ അറിയിച്ചു.
പാലക്കാട് ജില്ലയിൽ ഇത്തവണ അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മൾ പൊതുവേ കേരളത്തിൽ എല്ലായിടത്തും നല്ല ചൂടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പാലക്കാട് ജില്ലയിലും നല്ല രീതിയിലുള്ളൊരു ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ അവധി കൊടുക്കാം, ഫിസിക്കൽ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് അവധി കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. അംഗൻവാടികൾക്ക് നിയന്ത്രണമില്ല. അംഗൻവാടികൾക്ക് ഇപ്പം അതെപ്പോഴും പേരൻസിൻ്റെ ചോയ്സ് ആണല്ലോ. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയാകുന്നു. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മരണം പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോടാലി സ്വദേശി സിൽജോയുടെ മകൻ ആൽജോ ആണ് മരിച്ചത്. കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടികുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. വയനാട്ടിൽ വീട്ടുപറമ്പിൽ മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കോടാലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലായിരുന്നു സംസ്കാരം. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കിടക്കയിൽ തലയണക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ദേഹത്ത് പാമ്പ് കടിയേറ്റ അടയാളവും കണ്ടെത്തിയിരുന്നു. പാമ്പ് കടിയേറ്റ സഹോദരൻ ആനോഷ് ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ വീട്ടമ്മ മരിച്ചു. പേടികുളം സ്വദേശി 75 വയസ്സുള്ള സുധർമ്മയാണ് മരിച്ചത്. വലതുകാലിനാണ് കടിയേറ്റത്. രാവിലെ കിണറിന് സമീപം വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടിച്ച പാമ്പ് ഏതിനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയം വയനാട്ടിലെ വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. വയനാട് പയ്യമ്പള്ളി പടമല പൂവത്തിങ്കൽ ടോമിയുടെ പറമ്പിലാണ് മൂർഖൻ പാമ്പിനെയും 28 പാമ്പിൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. പ്രാദേശിക പാമ്പ് പിടുത്തക്കാർ എത്തിയാണ് മുഴുവൻ പാമ്പുകളെയും പിടികൂടിയത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. US നടത്തിയ ആക്രമണങ്ങൾ മറക്കാൻ കഴിയില്ലെന്നും വെടിനിർത്തൽ കരാർ അമേരിക്ക ലംഘിച്ചുവെന്നും ഇറാൻ. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാനിയൻ കപ്പൽ ആക്രമണവും അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് അരാക്ചി. കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്ത അമേരിക്കയ്ക്ക് ഉചിതമായ മറുപടിയെന്നും IRGCയും വ്യക്തമാക്കി. അതേസമയം എണ്ണവില വീണ്ടും കുതിക്കുന്നു. ബാരലിന് $100 അടുത്തെത്തി. യുദ്ധഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും വഴിമുട്ടി. തിരിച്ചടിക്കുമെന്നും ഇനി അമേരിക്കയുമായി പുതിയ ചർച്ചയ്ക്ക് തങ്ങൾ ഇല്ല എന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത് അമേരിക്ക വെടിനിർത്തൽ ധാരണ ലംഘിച്ചതോടെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. രണ്ടാംഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അമേരിക്കയുടെ പ്രകോപനം. അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ മറക്കാനാവില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് അരാക്ചി പറഞ്ഞത്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക അത് ലംഘിച്ചു. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. ഇത് വെടിനിർത്തലിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്നും ഇറാൻ പറയുന്നു. US ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായിരുന്നുവെന്നാണ് ഇറാന്റെ വാദം. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ എണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വെടിവെപ്പ് നടത്തിയതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷാവലയം ഒരുക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കാത്തുനിൽക്കുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകളുടെയും സുരക്ഷയ്ക്കാണ് സേന മുൻഗണന നൽകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആരോഗ്യവകുപ്പ് ശസ്ത്രക്രിയാ പിഴവിൽ മാർഗരേഖ പുറത്തിറക്കി. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണമെന്നും ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ശസ്ത്രക്രിയാ രംഗത്തെ പിഴവുകൾ കുറയ്ക്കുന്നതിനായി സർജിക്കൽ പ്രോട്ടോകോൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമാണ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇനി മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, നശിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവയുടെ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണം. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉപകരണങ്ങളുടെ എണ്ണം പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ബന്ധപ്പെട്ട മേധാവിക്ക് കൈമാറണം.
മാർഗനിർദ്ദേശം നടപ്പായാൽ ആർക്കും പരസ്പരം പഴിചാരാൻ സാധിക്കില്ലെന്നും 23 പേജുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ വാർത്തയാകുന്ന കാലത്ത് പുതിയ മാർഗരേഖ ആശ്വാസമാകുമെന്ന് തീർച്ചയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തമിഴ് മണ്ണ് ആവേശ കൊടുമുടിയിലാണ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആകാംക്ഷാഭരിതമായ തെരഞ്ഞെടുപ്പ് തന്നെയാകും ഇത്തവണത്തേത് എന്നതിൽ സംശയമില്ല. തമിഴ്നാട്ടിൽ ഇക്കുറി റെക്കോർഡ് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 234 മണ്ഡലങ്ങളുള്ള തമിഴ്നാട് നിയമസഭയിലേക്ക് ഇത്തവണ 4654 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. DMK നയിക്കുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസും AIADMK നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും വിജയ് നയിക്കുന്ന TVKയും തമ്മിലാണ് തമിഴ്നാട്ടിൽ പ്രധാന മത്സരം. വികസന പ്രവർത്തനങ്ങളും മണ്ഡല പുനർനിർണയം അടക്കമുള്ള കേന്ദ്ര നടപടികളും ഉയർത്തിക്കാട്ടിയാണ് DMK അമരക്കാരൻ MK സ്റ്റാലിൻ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. TVKയ്ക്ക് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇത് കന്നി അംഗമാണ്. തന്റെ താരപദവി കൊണ്ടും DMKയ്ക്കെതിരായ പ്രചാരണം കൊണ്ടുമാണ് വിജയ് തമിഴ്നാട്ടിൽ കളം പിടിക്കാനിറങ്ങുന്നത്. TVKയ്ക്ക് ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കാനാകുമെന്നത് ആകാംക്ഷയേറ്റുന്നുണ്ട്. തമിഴ്നാടിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ചതടക്കമുള്ള കേന്ദ്ര നടപടികളാണ് DMK പ്രധാനമായും പ്രചാരണങ്ങളിൽ ഉന്നയിച്ചത്. വനിതാ ശാക്തീകരണത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രകടന പത്രികയാണ് BJP പ്രധാന ആയുധമാക്കിയിട്ടുള്ളത്. സ്റ്റാലിന്റെ പ്രചാരണ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഖുഷ്ബു അടക്കമുള്ള സ്റ്റാർ കാൻഡിഡേറ്റുകളെയും BJP രംഗത്തിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കർണാടകയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന. തമിഴ്നാട് PCC അധ്യക്ഷൻ K. സെൽവ പെരുന്തകയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തി. കർണാടകയിൽ MLA NA ഹാരിസിന്റെ വസതിയിലും ഓഫീസുകളിലുമാണ് ED റെയ്ഡ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. കർണാടകയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ഇന്ന് പുലർച്ചെ മുതൽ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയത്. കർണാടകയിൽ കോൺഗ്രസ് MLAയും മലയാളിയുമായ NA ഹാരിസിന്റെ വീടുൾപ്പെടെ 12 ഇടങ്ങളിൽ ED പരിശോധന നടത്തി. MLAയുടെ മക്കളായ മുഹമ്മദ് ഹാരിസ്, ഒമർ ഫാറൂഖ് എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലും അന്വേഷണ സംഘം എത്തി. അനധികൃത ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തുവെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നേരത്തെ കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിൽ ED അന്വേഷണം ആരംഭിച്ചത്. ബംഗളൂരു ശാന്തിനഗർ MLA ആയ ഹാരിസ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. തമിഴ്നാട്ടിൽ PCC അധ്യക്ഷൻ K. സെൽവ പെരുന്തകയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പും റെയ്ഡ് നടത്തി. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിലമ്പൂർ മുൻ MLA PV അൻവർ തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. TMC സംസ്ഥാന കൺവീനർ സ്ഥാനം രാജിവെച്ച അൻവർ മെയ് 15-നുള്ളിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ ഭാഗത്തുനിന്ന് സഹായമൊന്നും ലഭിക്കാതെ വന്നതോടെയാണ് അൻവർ പാർട്ടി വിട്ടത്. സംസ്ഥാനത്ത് UDFന്റെ ഭാഗമായി നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഇടതുമുന്നണിയുമായി അകന്ന PV അൻവർ 2025 ജനുവരിയിലാണ് ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. മമതാ ബാനർജിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ പിന്തുണയോടെ മത്സരിച്ചുവെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസിനോടടുത്തു. എന്നാൽ ഘടകകക്ഷിയാകാതെ അസോസിയേറ്റ് മെമ്പർ എന്ന സ്ഥാനത്ത് നിലകൊണ്ടു. അങ്ങനെ ബേപ്പൂരിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. പക്ഷേ ബംഗാളിൽ കോൺഗ്രസിന്റെ പ്രധാന ശത്രുവായ തൃണമൂൽ അൻവറിന്റെ കോൺഗ്രസ് സഹകരണത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ പ്രചരണത്തിന് ഇറങ്ങുകയോ സാമ്പത്തികമായി സഹായിക്കുകയോ ചെയ്തില്ല. ഇതോടെയാണ് അൻവർ തൃണമൂൽ ബന്ധം അവസാനിപ്പിച്ച് പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDFനോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് അൻവറിന്റെ നിലപാട്. രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയുമായി ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു.
തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിരുന്നു. ഇനി അത് പുതിയ പാർട്ടിയുടെ ഭാഗമായി മാറുമെന്നാണ് അൻവറിന്റെ അവകാശവാദം. കേരളത്തിൽ തുടർഭരണമുണ്ടാകില്ലെന്നും പിണറായിസത്തിന് അറുതി ഉണ്ടാകുമെന്നും അൻവർ പറയുന്നു. ജനാധിപത്യ പാർട്ടിയായതുകൊണ്ടാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള ഇത്രയധികം ചർച്ച എന്നുള്ളതാണ് അൻവറിന്റെ പക്ഷം. അതേസമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അട്ടിമറി നടത്താനുള്ള ശ്രമമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് CPM ചെയ്യുന്നതെന്ന് കോഴിക്കോട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അൻവർ പ്രതികരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. 9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ വാഹനാപകടത്തിന് കാരണമായത് ഡ്രൈവറുടെ പരിചയക്കുറവും അശ്രദ്ധയുമാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ചുരമിറങ്ങുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണ് വാൻ നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയാൻ കാരണമെന്ന് പൊള്ളാച്ചി RTO തമിഴ്നാട് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പൊള്ളാച്ചി RTO സെഞ്ചരിയൻ തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡ്രൈവറുടെ അശ്രദ്ധയും പരിചയക്കുറവുമാണ് അപകടത്തിന് കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടിയത്. ചുരമിറങ്ങുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് വാഹനം നിയന്ത്രണം വിട്ട് മറിയാൻ ഇടയാക്കിയത്. ചുരമിറങ്ങുമ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നതിനു പകരം ഡ്രൈവർ അമിതമായി ബ്രേക്ക് ഉപയോഗിച്ചു. ഇത് ബ്രേക്കിന്റെ കാര്യക്ഷമത കുറയാൻ കാരണമായിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാഹനത്തിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നും കാലാവസ്ഥാ പ്രശ്നങ്ങളോ കാഴ്ച തടസ്സമോ അപകട സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വളവ് തിരിയുന്നതിനിടയിൽ പാലിക്കേണ്ട ജാഗ്രത ഡ്രൈവർ പുലർത്തിയില്ല. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനാൽ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഡ്രൈവറുടെ മൊഴി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ. അതേസമയം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ചുരം റോഡിൽ ഉടനീളം ശക്തമായ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും RTO ശുപാർശ ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 200 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് നേടി. 101 റൺസ് നേടി പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ പ്രകടനമാണ് മുംബൈക്ക് മുതൽക്കൂട്ടായത്. IPL-ൽ തിലകിന്റെ ആദ്യ സെഞ്ചുറിയാണിത്. 45 പന്തിൽ നിന്നാണ് സെഞ്ചുറി നേട്ടം. നമൻധർ 45 റൺസ് നേടി. മറുപടി ബാറ്റിംഗ് തുടരുന്ന ഗുജറാത്ത് ഇപ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 55 റൺസ് എന്ന നിലയിലാണ്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും വിവിധ സമയങ്ങളിലായിരുന്നു കൊടിയേറ്റ്. ഈ മാസം 25-നാണ് പൂരവിളംബരം. 26, 27 തീയതികളിലാണ് പൂരം. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി പൂരങ്ങളുടെ പൂരം എത്തിക്കഴിഞ്ഞു. കൊടിയേറ്റും നടന്നു. മാസങ്ങൾക്ക് മുൻപേ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച ദേവസ്വങ്ങളും തട്ടകക്കാരും പ്രധാന ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും ഒത്തൊരുമിച്ചു. ആചാരപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം ആവേശത്തോടെയാണ് കൊടി ഉയർത്തി പൂരത്തെ വരവേറ്റത്. ആദ്യം പൂരം കൊടികേറിയത് ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു. രാവിലെ 8:15 കൊടിയേറ്റ്. ശേഷം രാവിലെ 11-നും 11:30-ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ആദ്യം തിരുവമ്പാടിയിൽ കൊടികേറി. പിന്നാലെ വലിയ പാണി കൊട്ടി പുറത്തിറങ്ങിയ പാറമേക്കാവിലമ്മ ആനപ്പുറത്തേറി പാറമേക്കാവിലും കൊടികേറി. പൂരത്തിന് മുന്നോടിയായി എല്ലാ ഘടകക്ഷേത്രങ്ങളിലും ഇനിയുള്ള 7 ദിവസവും വിശേഷാൽ പൂജയും ചടങ്ങുകളും ആറാട്ടും നടക്കും. ഏപ്രിൽ 24-ന് വൈകിട്ട് 7-ന് സാമ്പിൾ വെടിക്കെട്ടുമുണ്ടാകും. 25-ന് രാവിലെ പൂര വിളംബരം നടക്കും. 26, 27 തീയതികളിലാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ഇനിയുള്ള നാളുകളിൽ പൂരപ്രേമികളുടെ കണ്ണും കാതും തൃശൂരിലേക്കാണ്. ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ വരും ദിവസങ്ങളിൽ ആർത്തുലച്ച് തൃശൂരിലേക്കെത്തും. അമൃത ന്യൂസ്, തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ഇന്ന് വൈകിട്ടായിരുന്നു കുടുംബസമേതം ദർശനത്തിനെത്തിയത്. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ നിർബന്ധിച്ച് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടതായി പരാതിയുണ്ട്. പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ രാജുവിനെ ദേവസ്വം കാവൽക്കാർ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. പരിസരത്തുണ്ടായിരുന്ന ചിലർ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അവരോടും ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്ന് പരാതിയുണ്ട്.
കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് നിതിൻ രാജിന്റെ കുടുംബം അംഗീകരിക്കാനാവാത്തതാണ് കോളേജ് അധികൃതർ നിതിനോട് ചെയ്തതെന്നും എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് പ്ലീഡറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPSുമായി കുടുംബം കൂടിക്കാഴ്ച നടത്തി. നിതിന്റെ പിതാവ്, സഹോദരി ഭർത്താവ് എന്നിവരാണ് അന്വേഷണത്തിലെ ആശങ്കയറിയിച്ച് പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ടത്. കൂടിക്കാഴ്ചയിൽ പ്രത്യേക അന്വേഷണ സംഘവും ഗവൺമെന്റ് പ്ലീഡറും പങ്കെടുത്തു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന ഹരാസ്മെന്റ് ഒരു 21കാരനോട് ചെയ്യാൻ പാടില്ലാത്തതാണെന്നും എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും നിതിൻ രാജിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടു. അവരെ നോയുടെ കസ്റ്റഡിയിലെടുത്തെന്ന് നിങ്ങൾ അറിയുന്നു. അവരുടെ 10-30 സിം കാർഡ് ഉപയോഗിച്ച് അവർ നിരന്തരം ഒരു കോള് കട്ടാവുമ്പോൾ അടുത്ത കോള് വന്നുകൊണ്ടിരിക്കും. അത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ ജോലിയാണ്. പക്ഷേ ഒരു കുട്ടിക്കെതിരെ ഇങ്ങനെ വരുമ്പോൾ ആ കോളേജ് ഒന്നിറങ്ങി അവനെ എതിർത്ത് ആത്മഹത്യയിൽ തള്ളിവിടുകയല്ല ചെയ്യുക. പകരം ബന്ധപ്പെട്ട അവൻ്റെ അച്ഛനും അമ്മയെയോ മറ്റുള്ള ബന്ധുക്കളെ അറിയിച്ച് അതിലെന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ ചെയ്ത് വീണ്ടും അവനെ പഠിക്കാൻ അവിടെ സംവിധാനം അവനൊരുക്കി കൊടുക്കേണ്ടേ. അല്ലാതെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തറിഞ്ഞ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലല്ല ചെയ്യേണ്ടത്. ലോൺ ആപ്പ് കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം ചുരുങ്ങിപ്പോകുന്നുവെന്നും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരെ പിടികൂടാത്തതിലും പോലീസിനെതിരെയും കുടുംബം വിമർശനമുയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർണായക കൂടിക്കാഴ്ച. നിതിൻ രാജിനെയും ടീച്ചറെയും ഭീഷണിപ്പെടുത്തി ലോൺ തിരിച്ചടയ്ക്കാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകി. അതേസമയം ഡോക്ടർ റാമിനെ പോലീസ് ആന്ധ്രയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. അമൃത ന്യൂസ്, കണ്ണൂർ. വയനാട് ടൗൺഷിപ്പിലെ വിള്ളൽ വിവാദത്തിൽ പ്രതികരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയ ടെസ്റ്റിന്റെ ഭാഗമായുണ്ടായ ഷ്രിങ്കേജാണ് വയനാട് ടൗൺഷിപ്പിലുണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഇതുണ്ടാകുന്നതെന്നും മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ സ്ഥലങ്ങൾ നോക്കിയെടുത്ത് അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തുകയുണ്ടായിട്ടുള്ളത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോൾ അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരമറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുന്നുണ്ടായി. യഥാർത്ഥത്തിൽ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശൃംഖേജാണ് അവിടെ ഉണ്ടായത് എന്നാണ്. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം നിർവഹിക്കാനിരുന്ന റിഫൈനറിയിൽ വൻ തീപിടുത്തം. പച്പദ്രയിൽ നിർമ്മാണം പൂർത്തിയായ സംസ്കരണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. CDU ഭാഗത്താണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ആണ് പച്പദ്രയിലേത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും രാജസ്ഥാൻ സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണിത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ധാരണ. ഇന്ത്യയിൽ കൊറിയൻ വ്യാവസായിക ടൗൺഷിപ്പുകൾ സ്ഥാപിക്കുമെന്നും പുതിയ വ്യാപാര കരാറിന് രൂപം നൽകുമെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ലീ ജെ മ്യൂങ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വ്യാപാര വാണിജ്യ മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള കരാറുകൾ ഉഭയകക്ഷി ചർച്ചയിൽ ഒപ്പുവെച്ചു. ദക്ഷിണ കൊറിയയുമായി വ്യാപാരം $27 ബില്യൺ എത്തിയെന്നും 2030 ആകുമ്പോഴേക്കും ഇത് $50 ബില്യൺ ഉയർത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു. കൊറിയൻ ചെറുകിട സംരംഭങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നും സാങ്കേതിക വിദ്യയിലും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. दोनों देशों के बीच फाइनेंशियल फ्लोस को सुगम बनाने के लिए हमने भारत कोरिया फाइनेंशियल फोरम की
शुरुआत की है। പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധികളും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും പ്രധാനമന്ത്രിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും വിശദമായി ചർച്ച ചെയ്തു. കപ്പൽ നിർമ്മാണം, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.